പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, 4 വർഷ ഡിഗ്രിയിലെ സെക്കൻഡ് സെമസ്റ്ററിലെ MDC പേപ്പർ ആയിട്ടുള്ള ഡിജിറ്റൽ എക്കോണമി എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന പേപ്പറാണ്. ഇതിലെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനും അതിന്റെ ആൻസറുമാണ് നമ്മൾ ചെയ്തു വരുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ മൊഡ്യൂൾ 2 ബിസിനസ് ഇന്നോവേഷൻ ഇൻ ദ ഡിജിറ്റൽ ഏജ് അഭിജിത്ത് ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ആദ്യം ഫസ്റ്റ് ബിസിനസ് മോഡൽ. ബിസിനസ് മോഡൽ എന്ന് പറയുന്നത് ബിസിനസ് മോഡൽ ഡിസ്ക്രൈബ് ഹൗ എ കമ്പനി ക്രിയേറ്റ്സ് ഡെലിവേഴ്സ് ക്യാപ്ചർ വാല്യൂ. എങ്ങനെയാണ് കമ്പനി അവരുടെ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നത്, അത് ഡെലിവർ ചെയ്യുന്നത്, അത് ക്യാപ്ചർ ചെയ്യുന്നത്, വാല്യൂ ക്യാപ്ചർ ചെയ്യുന്നത്, അതിന്റെ ഒരു മോഡലിനെ എന്ന് പറയാം ബിസിനസ് മോഡൽ എന്ന് പറയാം. ഇൻ ദ ഡീറ്റെയിൽ ഏജ് മോഡൽസ് ഓഫൻ ഇൻക്ലൂഡ് ഡീറ്റെയിൽ പ്ലാറ്റ്ഫോം, സബ്സ്ക്രിപ്ഷൻ, പ്രീമിയം സർവീസ് ടു ജനറേറ്റ് റവന്യൂ. ഡീറ്റെയിൽ ഏജിൽ പല മോഡലുകൾ ഉണ്ട്. അതിൽ ഒന്ന് ഡീറ്റെയിൽ പ്ലാറ്റ്ഫോമുകൾ, സബ്സ്ക്രിപ്ഷൻ, പ്രീമിയം സർവീസ്, ഇങ്ങനെയുള്ള പല മോഡൽ. ഏത് മോഡലിലൂടെയാണ് കമ്പനി മുന്നോട്ട് പോകുന്നത് അതിനെ എന്ത് പറയാം ബിസിനസ് മോഡൽ. ഒരു ബിസിനസ്സിൽ അവരുടെ കമ്പനി ക്രിയേറ്റ് ചെയ്യുക, അത് എങ്ങനെ അതിന്റെ കാര്യങ്ങൾ ഡെലിവർ ചെയ്യുക, അതെങ്ങനെയാണ് വാല്യൂ ക്യാപ്ചർ ചെയ്യുന്നത്, അതിന്റെ മോഡലിനെ എന്ന് പറയാം ബിസിനസ് മോഡൽ എന്ന് പറയാം. ഇ-കൊമേഴ്സ് റെഫേഴ്സ് ടു ബൈ ആൻഡ് സെല്ലിംഗ് ഗുഡ്സ് ഓർ സർവീസ് ഓൺലൈനിലൂടെ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഇതിനെ എന്ത് പറയാം ഇ-കൊമേഴ്സ് എന്ന് പറയാം. ഇറ്റ് ഓഫേഴ്സ് കൺവീനിയൻസ് ടു കസ്റ്റമേഴ്സ്. ഇത് കസ്റ്റമേഴ്സിന് കൺവീനിയന്റ് ആണ്. ആൻഡ് ആക്സസ് ടു എ ഗ്ലോബൽ മാർക്കറ്റ് ഫോർ ബിസിനസ്. അതിലൂടെ ഗ്ലോബൽ മാർക്കറ്റ് ബിസിനസിന് വേണ്ടിയിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കും. ലോജിസ്റ്റിക്സ് ഇൻവോൾവ്സ് മാനേജിംഗ് ദ ഫ്ലോ ഓഫ് ഗുഡ്സ് ഫ്രം ഒറിജിൻ ടു കൺസ്യൂമർ ഇൻക്ലൂഡിംഗ് ട്രാൻസ്പോർട്ടേഷൻ, വെയർഹൗസിംഗ് ആൻഡ് ഇൻവെന്ററി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഞാനൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തത് അത് മുതൽ അതിന്റെ ഫൈനൽ കൺസ്യൂമർ വരേക്ക് ഉള്ള ഗുഡ്സിന്റെ ഫ്ലോ ഓഫ് ഗുഡ്സ് ഫ്രം ഒറിജിൻ മുതൽ അതിന്റെ കൺസ്യൂമർ വരെയുള്ള ഫ്ലോ എന്ത് പറയാ മാനേജ് ചെയ്യുന്നതിന് ലോജിസ്റ്റിക്സ് എന്ന് പറയാം. അതിൽ ട്രാൻസ്പോർട്ടേഷൻ വരും, വെയർഹൗസിംഗ് വരും, ഇൻവെന്ററി വരും. ഇൻ ഇ-കൊമേഴ്സ് എഫിഷ്യന്റ് ലോജിസ്റ്റിക്സ് കീസ് ടു ടൈംലി ഡെലിവറി ആൻഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ഈ ഇ-കൊമേഴ്സിൽ എഫിഷ്യന്റ് ലോജിസ്റ്റിക്സ് ആണ് ടൈമിലായിട്ട് സാധനങ്ങൾ ഡെലിവർ ചെയ്യാൻ കസ്റ്റമറിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കാം. ദ ഷെയറിംഗ് എക്കോണമി ഈസ് ബേസ്ഡ് ഓൺ പിയർ ടു പിയർ ഷെയറിംഗ് ഓഫ് റിസോഴ്സ്. നമ്മൾ റിസോഴ്സ് എന്താണ് പിയർ ടു പിയർ ഷെയർ ചെയ്യാം. ഓഫൺ ഫെസിലിറ്റേറ്റഡ് ബൈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് അത് ഫെസിലിറ്റേറ്റ്. എക്സാമ്പിൾ ഇൻക്ലൂഡ് റൈഡ് ഷെയറിംഗ് ആപ്പ് ലൈക്ക് യൂബർ ഒരു ഷെയറിംഗ് എക്കോണമിയാണ്. ഹോം ഷെയറിംഗ് സർവീസ് എയർബിഎൻബി എന്ന് പറയുന്നത് എനിക്കൊരു വീടുണ്ട്, ആ വീട് ഞാൻ ഫുൾ ടൈം അവിടെ ഉണ്ടാവില്ല, അപ്പൊ ഞാൻ എന്ത് ചെയ്യും ഓൺലൈനിലൂടെ എയർബിഎൻബി പ്ലാറ്റ്ഫോമിലൂടെ അത് ഞാൻ റെന്റിന് കൊടുക്കും. അപ്പൊ ഞാൻ എന്താണ് ഷെയർ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് എയർബിഎൻബിയിൽ ചെക്ക് ചെയ്താൽ എൻ്റെ വീട് കാണാൻ സാധിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് അത് ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കാൻ സാധിക്കും. അത് റിസോഴ്സ് എന്താണ് ഷെയർ ചെയ്യുന്നതിന് എന്ത് പറയാ ഷെയറിംഗ് എക്കോണമി എന്ന് പറയുന്നത്. ഇപ്പം ഒരു വലിയൊരു ഫ്ലാറ്റ് 10 വീടുണ്ട്, ഇവര് എല്ലാവരും കൂടിയും ഒരു ബ്രോഡ്ബാൻഡ് കണക്ഷൻ എടുത്തു, എന്നിട്ട് എന്ത് ചെയ്യുക എല്ലാവരും അത് ഷെയർ ചെയ്യുകയാണെങ്കിൽ അതിന് ഷെയറിംഗ് എക്കോണമി എന്ന് പറയാം. ഓക്കെ. Collaborative consumption allows people to share access to goods and service rather than owning them individually. ഓൺ ചെയ്യുന്നതിന് പകരം ഗുഡ്സ് ആൻഡ് സർവീസ് ഷെയർ ചെയ്യാം, കൺസംഷന് വേണ്ടിയിട്ട് ഷെയർ. കൊളാബറേറ്റീവ് കൺസംഷൻ നേരത്തെ പറഞ്ഞ ഇന്റർനെറ്റ് ബ്രോഡ്ബാൻഡിന്റെ കേസ് ഇതിലും യൂസ് ചെയ്യാൻ സാധിക്കും. ഷെയറിംഗ് എക്കോണമിയുടെ മറ്റൊരു മേഖലയായിട്ട് ഇത് പ്രൊമോട്ട് സസ്റ്റൈനബിലിറ്റി ആൻഡ് റെഡ്യൂസ് വേസ്റ്റ് ബൈ മാക്സിമൈസിംഗ് റിസോഴ്സ് യൂസ്. ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം വേസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും, സസ്റ്റൈനബിലിറ്റി പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും, മാക്സിമൈസ് റിസോഴ്സ് യൂസ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഓൺ ചെയ്യുന്നതിന് പകരം നമ്മൾ എല്ലാവരും കൂടി ഒരു സാധനം വാങ്ങിയിട്ട് എല്ലാവരും ഒരേ സമയം കൺസ്യൂം. ഒരാൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ കുറെ വേസ്റ്റേജ് ഉണ്ടാവും, അത് എല്ലാവരും കൂടി കൺസ്യൂം ചെയ്യാൻ കൊളാബറേറ്റീവ് കൺസംഷൻ എന്ന് പറയും. അടുത്ത് പ്ലാറ്റ്ഫോം കോമ്പറ്റീഷൻ occurs when digital platform compete to attract users, sellers and advertisers. എന്ന് പറയാൻ പ്ലാറ്റ്ഫോം കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ത് ചെയ്യുക കോമ്പീറ്റ് ചെയ്യണം, യൂസേഴ്സിനെ അട്രാക്ട് ചെയ്യുന്നതിന് സെല് ചെയ്യുന്നതിന് വേണ്ടി അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട്. അതിനാണ് പ്ലാറ്റ്ഫോം കോമ്പറ്റീഷൻ എന്ന് പറയാം. സക്സസ് ഡിപ്പെൻഡ്സ് ഓൺ യൂസർ എക്സ്പീരിയൻസ്. സക്സസ് ഡിപ്പെൻഡ് ചെയ്യുക യൂസറിന്റെ എക്സ്പീരിയൻസ്, നെറ്റ്വർക്ക് എഫക്ട് ആൻഡ് ഇന്നോവേഷൻ. അപ്പൊ ഡീറ്റെയിൽ പ്ലാറ്റ്ഫോമിലൂടെ കോമ്പീറ്റ് ചെയ്യുന്നതിന് പ്ലാറ്റ്ഫോം കോമ്പറ്റീഷൻ എന്ന് പറയും. ഫിൻടെക് combines finance and technology to offer improved financial services such as detail banking, lending and investment platform. ഫിനാൻഷ്യൽ സർവീസുകൾ ഇപ്പോൾ ഓൺലൈൻ ബാങ്കിങ് ഒരു ഫിൻടെക് ആണ്. ഡിജിറ്റൽ പേയ്മെന്റ് നമ്മൾ UPI ഉപയോഗിച്ചുകൊണ്ട് സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയാ ഡിജിറ്റൽ ഫിൻടെക് എന്നാ പറയാം. അപ്പൊ നമ്മൾ പല ആപ്പുകളും മറ്റു കാര്യങ്ങളും ഓൺലൈൻ സർവീസും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഫിനാൻഷ്യൽ സർവീസ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയാ ഫിൻടെക് എന്ന് പറയാം. ഫിൻടെക് കമ്പൈൻ ഫിനാൻസും ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. ബാങ്കിങ് ആക്ടിവിറ്റി ഡിജിറ്റൽ ബാങ്കിങ്ങിൽ നടക്കുന്നുണ്ട്, ലെൻഡിങ്ങിലും ബാങ്കിങ് ആക്ടിവിറ്റിയും ടെക്നോളജി ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഇത് സാധ്യമാണ്. ഇറ്റ് എൻഹാൻസസ് ആക്സസിബിലിറ്റി ആൻഡ് കൺവീനിയൻസ്
ഫോർ യൂസേഴ്സ്. ഇത് യൂസേഴ്സിന് ആക്സസിബിലിറ്റിയും കൺവീനിയൻസും എൻഹാൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യ കാലഘട്ടത്തിൽ ഈ ഗൂഗിൾ പേ ഒക്കെ ഇറങ്ങുന്നതിന് മുമ്പ് ഗൾഫിൽ നിന്ന് ആളുകൾ പണം അയച്ചു കഴിഞ്ഞാൽ ആ പണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ATM മുന്നിൽ ക്യൂ നിൽക്കണം. ഓരോ ദിവസത്തേക്ക് അങ്ങനെ പോയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്താണ്, അവിടുന്ന് എന്നിട്ട് അയച്ചാൽ മതി. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾക്ക് എന്ത് ചെയ്യും, ബാങ്കിലൊന്നും പോകേണ്ട, കടയിൽ പോയി സാധനം വാങ്ങുന്നു, GPay ചെയ്യും. ഓക്കെ, അതിനെ ഫിൻടെക് എന്ന് നമ്മൾ പറയാം. ഇനി ഡിജിറ്റൽ പേയ്മെന്റ് ആർ ട്രാൻസാക്ഷൻ മെയ്ഡ് ഇലക്ട്രോണിക്കലി യൂസിങ് കാർഡ്സ്, മൊബൈൽ ആപ്സ്, ഓൺലൈൻ പ്ലാറ്റ്ഫോം. കാർഡ്, മൊബൈൽ ആപ്പ്, ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് ട്രാൻസാക്ഷൻ ഇലക്ട്രോണിക്കലായിട്ട് നടത്തുന്ന ഡിജിറ്റൽ പേയ്മെന്റ് എന്ന് പറയുന്നത് GPay, ഫോൺ പേ പോലുള്ള അല്ലെങ്കിൽ ഓൺലൈൻ ബാങ്കിങ്, ഇതൊക്കെ എന്താണ്, ഡിജിറ്റൽ പേയ്മെന്റ്. ദേ ഓഫർ സ്പീഡ്, കൺവീനിയൻസ് ആൻഡ് ട്രാക്സിബിലിറ്റി ഇൻ ദ ഡിജിറ്റൽ എക്കോണമി. ഡിജിറ്റൽ എക്കോണമിയിൽ വളരെ സ്പീഡായിട്ട് കൺവീനിയന്റ് ആയിട്ട് കാര്യങ്ങൾ നൽകാൻ സാധിക്കും. അത് കസ്റ്റമറിന് കൂടുതൽ കൺവീനിയൻസ് ലഭിക്കുന്നത്. ഇനി ക്രിപ്റ്റോ കറൻസീസ് ആർ ഡിജിറ്റൽ കറൻസി. അതൊരു ഡിജിറ്റൽ കറൻസിയാണ്. ദാറ്റ് യൂസ് ക്രിപ്റ്റോഗ്രഫി ഫോർ സെക്യൂർ ഡീസെൻട്രലൈസ്ഡ് ട്രാൻസാക്ഷൻ. ഇതെന്ത് ചെയ്യാണ്, അത് ദാറ്റ് യൂസ് ക്രിപ്റ്റോഗ്രഫി ഫോർ സെക്യൂർ, ക്രിപ്റ്റോഗ്രഫിയാണ് യൂസ് ചെയ്യുന്നത്, സെക്യൂർ ആൻഡ് ഡീസെൻട്രലൈസ്ഡ് ട്രാൻസാക്ഷൻ. ബിറ്റ്കോയിൻ, എതേറം, they challenge traditional financial system by offering alternative to government issued money. ഗവൺമെന്റ് ഇഷ്യൂഡ് മണിക്ക് ഒരു അൾട്ടർനേറ്റീവ് സിസ്റ്റം ആണ് ഇത് കൊണ്ടുവരുന്നത്. പിന്നെ എന്താ പറയുക, ഡിജിറ്റൽ ആയിട്ടായിരിക്കും അതിന്റെ കറൻസിന്റെ ആയിരിക്കാം. ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. ബ്ലോക്ക് ചെയിൻ ഈസ് എ ഡീസെൻട്രലൈസ്ഡ് ഡിജിറ്റൽ ലെഡ്ജർ ദാറ്റ് റെക്കോർഡ് ട്രാൻസാക്ഷൻ സെക്യൂർലി ആൻഡ് ട്രാൻസ്പെറന്റ്ലി. നമ്മൾ ഡിജിറ്റൽ കറൻസി, ക്രിപ്റ്റോ കറൻസി കണ്ടല്ലോ, അതിന്റെ ട്രാൻസാക്ഷൻ സെക്യൂർ ആയിട്ട് ട്രാൻസ്പെറന്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്ന ടെക്നോളജിയാണ് എന്ത്, ഡിജിറ്റൽ ആയിട്ടുള്ള ലെഡ്ജർ ആണ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. ഇറ്റ് അണ്ടർപിൻ ക്രിപ്റ്റോ കറൻസി ആൻഡ് ആസ് എ അപ്ലിക്കേഷൻ ഇൻ സപ്ലൈ ചെയിൻ, വോട്ടിംഗ് ആൻഡ് സ്മാർട്ട് കോൺട്രാക്ട്. ഓക്കെ, അതാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയാം. ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഈസ് ദ ഇന്റഗ്രേഷൻ ഓഫ് ഡിജിറ്റൽ ടെക്നോളജി ഇൻ ടു ആൾ ബിസിനസ് ഏരിയ. എല്ലാ ബിസിനസ് ഏരിയയിലേക്കും ഡിജിറ്റൽ ടെക്നോളജി ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിനെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാം. ചേഞ്ചിങ് ഹൗ ഓർഗനൈസേഷൻ ഓപ്പറേറ്റ് ആൻഡ് ഡെലിവർ വാല്യൂ, ഇറ്റ് ഡ്രൈവ് ഇന്നോവേഷൻ, എഫിഷ്യൻസി ആൻഡ് കസ്റ്റമർ എൻഗേജ്മെന്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ടെക്നോളജി എല്ലാ ബിസിനസ് ഏരിയയിലേക്കും ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിനെ നമ്മൾ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാം. ഇതിലൂടെ ഇന്നോവേഷൻ ഉണ്ടായിരിക്കും, എഫിഷ്യന്റ് ആയിരിക്കും, കസ്റ്റമർ എൻഗേജ്മെന്റ് ആയിരിക്കും. ഇനി B2B എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ബിസിനസ്സുകാർ തമ്മിൽ, B2B, ബിസിനസ് ടു ബിസിനസ്സുകാർ, സച്ച് ആസ് മാനുഫാക്ചർ സെല്ലിംഗ് ടു ഹോൾസെയിലറും ബിസിനസ്സുകാരാണ്, മാനുഫാക്ചറും ഇവർ തമ്മിലുള്ള ബിസിനസ്സിനെ എന്ന് പറയാം B2B എന്ന് പറയാം. ഇറ്റ് ഓഫൺ ഇൻവോൾവ്സ് ലാർജ് സ്കെയിൽ ഡീൽസ് ആൻഡ് ലോങ് ടേം റിലേഷൻഷിപ്പ്. ഇത് ലാർജ് സ്കെയിൽ ഡീൽ ആയിരിക്കും, ലോങ് ടേം റിലേഷൻഷിപ്പ് ആയിരിക്കും. ഇനി DTC, ഡയറക്ട് ടു കസ്റ്റമർ മീൻസ് സെല്ലിംഗ് പ്രൊഡക്റ്റ് ഡയറക്ട്ലി ടു കൺസ്യൂമേഴ്സ് വിതൗട്ട് ഇന്റർമീഡിയറീസ് ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് കൺസ്യൂമറിന് സാധനങ്ങൾ കൊടുക്കുന്നതിനെ DTC എന്ന് പറയാം. യൂഷ്വലി ത്രൂ ഓൺലൈൻ പ്ലാറ്റ്ഫോം. ഇറ്റ് അലോസ് കമ്പനീസ് ടു കൺട്രോൾ ബ്രാൻഡിങ് ആൻഡ് കസ്റ്റമർ സർവീസ് മോർ എഫക്റ്റീവ്ലി. കമ്പനിയുടെ ബ്രാൻഡിങ് എഫിഷ്യന്റ് ആയിട്ട് നടക്കും, കസ്റ്റമർ എക്സ്പീരിയൻസും എഫക്റ്റീവ് ആയിരിക്കും. ഇതിനെ എന്താ പറയുക, DTC ആണ്. ഡയറക്റ്റ് ആയിട്ട് ആരാണോ അതിന്റെ പ്രൊഡ്യൂസറും അതുപോലെ തന്നെ ഇന്റർമീഡിയറ്റ് ഇല്ലാത്ത ഡയറക്റ്റ് ആയിട്ട് അതിന്റെ ബയേഴ്സിന്റെ കയ്യിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നതിനെ എന്താ പറയാ, DTC എന്ന് പറയാം. ഇതോടുകൂടി സെക്കൻഡ് മൊഡ്യൂളും അവസാനിച്ചിരിക്കാം.